നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് പോകാനിരുന്ന ദിവസം കുഴഞ്ഞു വീണ് ചികിത്സയിലായിരുന്ന മലയാളി യുവാവ് മരണപ്പെട്ടു. തൃശൂർ പഴുവിൽ സ്വദേശി അറയിലകത്ത് അബ്ദുൾ റഹ്മാന്റെ മകൻ അൻഷദാണ് ദമാമിൽ വെച്ച് മരണപ്പെട്ടത്. 31 വയസ്സായിരുന്നു. 4 വർഷമായി സൗദിയിലുള്ള അൻഷാദ് നാട്ടിലേക്ക് പോകാനിരുന്ന ദിവസം റൂമിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് 2 ആഴ്ച മുൻപാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. അസുഖ വിവരമറിഞ്ഞ പിതാവ് നാട്ടിൽ നിന്നും സൗദിയിലെത്തിയിരുന്നു. 4 വർഷമായി ഖത്തീഫിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. അവിവാഹിതനായ അൻഷദിന്റെ മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. മാതാവ് ഐഷ, +1 വിദ്യാർത്ഥിനി അൻസിയ ഏക സഹോദരിയാണ്. അതേസമയം സൗദിയിൽ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ പ്രവാസി മലയാളിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. തിരുവനന്തപുരം കൊല്ലങ്കോട് സ്വദേശി കുഴിവിള റോഡരികത്ത് വീട്ടിൽ 49 വയസ്സുള്ള വനജകുമാർ രഘുവരന്റെ മൃതദേഹമാണ് നാട്ടിലെത്തിച്ച് സംസ്കരിച്ചത്. സൗദി തലസ്ഥാനമായ റിയാദിൽ നിന്ന് 1200 കിലോമീറ്റർ അകലെ വടക്കൻ അതിർത്തി പട്ടണമായ അൽ ഖുറയാത്തിലെ സനാഇയ ഏരിയയിലെ താമസ സ്ഥലത്താണ് വനജകുമാർ രഘുവരൻ ഫെബ്രുവരി 3-ാം തീയതി മരിച്ചത്. 7 വർഷമായിരുന്നു അദ്ദേഹം നാട്ടിൽ പോയിട്ട്. 25 വർഷമായി പ്രവാസിയായിരുന്നു അദ്ദേഹം. അൽ ഖുറയാത്തിലെ സനായിയയിൽ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്ഷോപ്പ് നടത്തുകയായിരുന്നു. അൽ ഖുറയ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം റിയാദിൽ എത്തിക്കുകയും അവിടെ നിന്ന് ശ്രീലങ്കൻ എയർലൈൻസ് വിമാനത്തിൽ തിരുവനന്തപുരത്ത് എത്തിക്കുകയുമായിരുന്നു. മരണാനന്തര നിയമ നടപടികൾ പൂർത്തിയാക്കാനും മൃതദേഹം നാട്ടിൽ അയക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കും ഇന്ത്യൻ കൾച്ചർ ഫൗണ്ടേഷൻ ICF ഭാരവാഹി സലീം കൊടുങ്ങല്ലൂർ നേതൃത്വം നൽകി. ഷീനയാണ് വനജകുമാറിന്റെ ഭാര്യ. 2 മക്കളുണ്ട്. പിതാവ് പരേതനായ ES രഘുവരൻ, മാതാവ് രത്നമ്മ. ഇതുകൂടാതെ റിയാദിൽ വെച്ച് മലയാളി ഹൌസ് ഡ്രൈവർ മരണപ്പെട്ടു. ഉലയ്യയിലെ ഒരു സ്വദേശി വീട്ടിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്ന കൊല്ലം അഞ്ചൽ തടിക്കാട് സ്വദേശി മംഗലത്ത് വീട്ടിൽ 60 വയസ്സുള്ള യൂസുഫാണ് മരിച്ചത്. മൃതദേഹം റിയാദിൽ ഖബറടക്കും. ഇതിന്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട KMCC വെൽഫെയർ വിംഗ് ചെയർമാൻ സിദ്ദിഖ് തൂവൂർ രംഗത്തുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.